എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണേ. നദിയുടെ പേര് 7 നൂറ്റാണ്ടുകൾ പിന്നിട്ട് നിലമാണ്. ഹിജ്റയുടെ 700 വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാജാവ് ഉണ്ടായിരുന്നു. പേര് തുഗ്ലക്. ഒരിക്കലും അദ്ദേഹവും അദ്ദേഹത്തിന്റെ സൈന്യവും യസ്രിബിലെത്തി. മദീനയുടെ പഴയ പേരായിരുന്നു യസ്രിബ്. മദീനയിൽ കടന്നാൽ അദ്ദേഹത്തിന് പെട്ടെന്ന് രോഗം പിടിപെട്ടു. വായിൽ നിന്നും മൂക്കിൽ നിന്നും ദുർഗന്ധം പുറപ്പെടുന്ന പ്രത്യേക തരം അസുഖം. കൂടെ ഉണ്ടായിരുന്നവരെല്ലാം അവൻ മരിച്ചു. എത്ര വലിയ ചികിത്സയ്ക്ക് ഒരു ഫലവും കാണുന്നില്ല. അവസാനം ഒരു ചൂണ്ടപ്പാട്ടിന്റെ രാജാവിനെ കാണാനെത്തി. അദ്ദേഹം പറഞ്ഞു, ഓ രാജാവേ, ഈ യസ്രിബ് എന്ന നാട് അവസാനത്തെ നബി ഹിജ്റ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ നാട് പിടിച്ചെടുക്കാൻ നോക്കിയല്ല. ഈ നാട് പിടിച്ചെടുക്കാൻ നോക്കിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ അസുഖം പിടിപെട്ടത്. ഇത് കേട്ട് രാജാവ് തന്റെ ബുദ്ധമന്ത്രിയിൽ നിന്ന് പിന്മാറി. അത്ഭുതമെന്ന് പറയട്ടെ, അദ്ദേഹത്തിന്റെ അസുഖം ഭേദമായി. അങ്ങനെ അവർ മടക്കിയാത്ര പോയി. മദീനയിൽ നിന്ന് പുറപ്പെടാൻ വേണ്ടിയപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന പ്രമുഖരിൽ ചിലർ പറഞ്ഞു, രാജാവേ രാജാവേ, ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് മടങ്ങുന്നില്ല. അവസാനത്തെ നബി ഹിജ്റ വരുന്ന സ്ഥലമാണല്ലോ. ഞങ്ങൾ ഇനി ഇവിടെ കഴിയാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് കേട്ട് രാജാവ് മുത്തുനബിയോട് അതിയായ സ്നേഹവും ആദരവും തോന്നി. അദ്ദേഹം മദീനയിലെ പ്രമുഖരായ ഔസറുകാരെ വിളിച്ചു വരുത്തി. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ നാട്ടിൽ തന്നെ താമസക്കാരാണ്. അവസാനത്തെ നബി വന്നാൽ അദ്ദേഹത്തിന് ശക്തി വളരും. വന്നില്ലെങ്കിൽ നിങ്ങളുടെ മക്കളോട് ഇക്കാര്യം വസിയത്ത് ചെയ്യണം. തുടർന്ന് രാജാവ് മുത്തുനബിക്കായി ഒരു കത്തിൽ പ്രകാരമാണ്, ഞാൻ അങ്ങയെയും അങ്ങ് കൊണ്ടുവരുന്ന പുസ്തകത്തെയും അങ്ങ് എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യണം. അന്ത്യനാളിൽ എന്നെ മറക്കരുതേ. തുടർന്ന് കത്തിൽ സീൽ ചെയ്ത് അഡ്രസ് ഔസറുകാരെ പ്രമുഖർക്ക് കത്ത് കൈമാറി. കൂടാതെ മുത്തുനബി മദീനയിലെത്തിയാൽ താമസിക്കാൻ ഒരു കൂട്ടം രാജാവ് പറഞ്ഞുകൊടുത്തു. വർഷത്തിന് ശേഷം തങ്ങളും മദീനയിലേക്ക് എത്തിച്ചേർന്നു. മുത്തുനബി മക്കയിൽ നിന്ന് പുറപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞത് മുതൽ ആ നിമിഷം കാത്തിരിക്കുകയായിരുന്നു മദീന നിവാസികൾ. എല്ലാ പ്രഭാതത്തിലും അവർ പട്ടണത്തിന്റെ പുറത്തു ചെന്ന് കാത്തി നിൽക്കും. ചൂടാകുമ്പോൾ അവർ മരത്തയിൽ നോക്കും. അത് ലഭിച്ചില്ലെങ്കിൽ അവർ താമസത്തിലേക്ക് തന്നെ മടങ്ങും. അന്ന് അവർ പ്രതീക്ഷയോടെ മദീന കവാടത്തിൽ കാത്തിരുന്നിരുന്നു. ചൂടായി മരത്തായി തീർന്നപ്പോൾ അവർ മടങ്ങിയപ്പോഴാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിച്ചേർന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദ്യമായി കണ്ടത് ജൂതനായിരുന്നു. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, അറബികളെ അറബികളെ, നിങ്ങളുടെ ഭാഗ്യം തെരഞ്ഞിരിക്കുന്നു. നിങ്ങൾ പ്രതീക്ഷിച്ച വന്നെത്തിക്കഴിഞ്ഞു. ഓടിക്കിരച്ച് അൻസാറുകളെത്തി. അടുക്കളയിൽ നിന്ന് ഉമ്മമാരും കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളും ജോലിയിലായിരിക്കുന്ന ഉമ്മമാരും എല്ലാവരും ഓടി. താരാന്റെ അകമ്പടിയോടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുഭവിച്ചു. അന്ന് മദീനക്കാർ സന്തോഷിച്ചത്ര മറ്റൊരു മനുഷ്യനും സന്തോഷിച്ചിട്ടുണ്ടാവുകയില്ല. പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിച്ച് ആ മദീനയിൽ അനുഭവിച്ച വെറും ചരിത്രം മാത്രമല്ല, അതിന് നമ്മൾ ഇന്നും പഠിപ്പിക്കുന്നത് സഹനത്തിന്റെ ശക്തിയും സ്നേഹത്തിന്റെ പ്രകാശവും കൃത്യതയുടെ വിലയുമാണ്. ഇത്തരം പറഞ്ഞു കൊണ്ട് ഞാൻ എന്റെ കൊച്ചു കഥ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.